സുലൈമാനുൽ കാനൂൻ എന്ന് പറയുന്ന ആളതാ മരണപ്പെട്ടു പോവുകയാണ്. യാ അല്ലാ, ആ നാട്ടിലുള്ളവരിങ്ങനെ കറങ്ങുകയാണ്, ആ നാട്ടിലുള്ള രാജാവ് ഇങ്ങനെ കറങ്ങുകയാണ് നാടിലൂടെ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് ആളുകളൊക്കെ കൂടി നിൽക്കുകയാണ്. അവിടെ ഒരു മനുഷ്യനതാ മരിച്ചു കിടക്കുകയാണ്. സുലൈമാനുൽ കാനൂൻ സുബ്ഹാനല്ലാഹ് അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഇത് ആരുടെ മയ്യിത്താണ്? അവര് പറഞ്ഞു, തങ്ങളെ വ്യഭിചരിക്കുന്ന ഒരുത്തൻ്റെതാ, കള്ളുകുടിയനായ ഒരുത്തന്റെ മയ്യിത്താണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവനെ എടുക്കല്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോകല്ല, നിങ്ങൾ ഇവനെ മറമാടല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്തിരിയുമ്പോ ഈ രാജാവ് ആ മനുഷ്യനെ എടുക്കുകയാണ്. എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോ അവര് പറഞ്ഞു, കൊണ്ടുപോകല്ലേ, വ്യഭിചാരിയായ ഈ മനുഷ്യനെ നിസ്കരിക്കുന്ന നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? അതാ വ്യഭിചാരിയായ മനുഷ്യൻ, കള്ളുകുടിയനായവന് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? അപ്പൊ ചോദിച്ചു, ഇവന്റെ വീട് എവിടെയാ? ആ കാണുന്ന മലമുകൾ കണ്ടോ? ആ മലമുകളിലാണ് ഇവന്റെ വീടെന്ന് പറയുമ്പോ അവിടെ നിന്നതാ ഈ മയ്യത്തിനെയും ചുമന്നുകൊണ്ട് രാജാവ് കടന്നു പോവുകയാണ്. ആ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് ഭാര്യയെ വിളിച്ചു. ഭാര്യ കടന്നു വന്നപ്പോ ചോദിച്ചു, പെണ്ണേ, ഇദ്ദേഹത്തിന് അറിയോ മോളെ? ഈ കൊണ്ടുവന്നത് രാജാവാണെന്ന് ആ പെണ്ണിന് അറിയില്ല. ഈ കൊണ്ടുവന്നത് രാജാവാണെന്ന് പെണ്ണിന് അറിയില്ല. അല്ലാഹുവേ, ആ പെണ്ണു പറഞ്ഞെന്റെ ഭർത്താവോ, മോളെ നീ വേറൊന്നും വിചാരിക്കരുതേ. ഈ മനുഷ്യനെ ആരും എടുക്കുന്നില്ലല്ലോ, ഈ മനുഷ്യനെ ആരും കുളിപ്പിക്കുന്നില്ലല്ലോ, ഈ മനുഷ്യനെ ആരും കൊണ്ടുവരുന്നില്ലല്ലോ. ആളുകളൊക്കെ പറയുന്നുണ്ട് ഇവൻ വ്യഭിചരിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്, ഇവൻ കള്ളുകുടിയനാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്തേ അത്രയും മോശമായിരുന്നോ ഇവന്റെ ജീവിതം എന്ന് പറയുമ്പോഴാണ് ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ പറയാ, ഇല്ല ഇല്ല, ഇന്നേവരേക്ക് എന്റെ ഭർത്താവ് കള്ളു കുടിച്ചിട്ടില്ല, ഇന്നേവരേക്ക് എന്റെ ഭർത്താവ് വ്യഭിചരിച്ചിട്ടില്ല. പടച്ചവനെ, രാജാവന്തം വിട്ടു പോവുകയാണ്. ആളുകൾ മുഴുവനും ഒരു ഭാഗത്ത് പറയുന്നത് വ്യഭിചരിച്ചവനാണെന്ന്, കള്ളു കുടിച്ചവനാണെന്ന്. പെണ്ണ് പറയുന്നു വ്യഭിചരിച്ചിട്ടില്ല എന്ന്. ഏതാ വിശ്വസിക്കേണ്ടുന്നത്? അവിടെ നിന്നതാ പെണ്ണ് പറയാ, ആളുകൾ അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട്, ആളുകൾ അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട്. എന്താണ് കാരണമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുബഹ് നിസ്കാരം കഴിഞ്ഞ ആ നാട്ടിലുള്ള മുഴുവൻ കള്ള് ഷാപ്പിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ആ നാട്ടിലുള്ള മുഴുവൻ കള്ളുകളും വില കൊടുത്ത് മേടിക്കുകയാണ്. ആ കള്ളുകൾ മുഴുവനും കൊണ്ടുവന്നിട്ട് രാജാവിനോട് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം, വലിയൊരു കുഴിയൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ കള്ളുകൾ മുഴുവനും കൊണ്ടുവന്നിട്ട് ഈ കുഴിയിലേക്ക് ഒഴിക്കും. എന്നിട്ട് എന്റെ ഭർത്താവ് ദുആ ചെയ്യും, അല്ലാഹുവേ, എത്രയോ കള്ളുകുടിയന്മാരായ ആളുകള്, അവർക്കൊന്ന് കള്ളു കുടിക്കാൻ കഴിയില്ലല്ലോ. പടച്ചവനെ, അവരുടെ കുടുംബത്തെ അവർ നോക്കുമല്ലോ. അല്ലാ, നിനക്ക് വേണ്ടി ചെയ്ത നന്മയാണ് അല്ലാ, നിനക്ക് വേണ്ടി ചെയ്ത നന്മയാണ്. പിന്നെ വ്യഭിചരിച്ചെന്ന് പറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇവിടെ നിന്ന് കടന്നു പോവുകയാണ്. വഴിയോരത്ത് ഇറങ്ങി നിൽക്കുന്ന ആ പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് ഒരു സംഖ്യ കൊടുക്കും എന്റെ ഭർത്താവ്. എന്നിട്ട് പറയും, പെങ്ങളെ, ഇത് കൊണ്ടുപോയി നിങ്ങൾ ജീവിച്ചു കൊള്ളുക, നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ വ്യഭിചാരിയായ പെണ്ണിന്റെ മുമ്പിൽ പോയിട്ട് ഈ പൈസ കൊടുത്തിട്ട് ആ പെണ്ണിനെ വ്യഭിചാരത്തിൽ നിന്ന് മുക്തനാക്കുന്നൊരു സ്വഭാവം എന്റെ ഭർത്താവിനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ രാജാവിന്റെ കണ്ണുകൾ നിറയുകയാണ്. ആളുകൾ മുഴുവനും പറയുന്ന എന്താ വ്യഭിചാരി എന്നോ, ആളുകൾ മുഴുവൻ പറയുന്ന കള്ളുകുടിയനെന്നാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്നിട്ട് രാജാവ് ഇങ്ങനെ നിൽക്കുമ്പോ ഭാര്യ പറയുന്നുണ്ട്, എന്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, ഭർത്താവേ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ആൾക്കാർ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ മരിച്ചാ നിങ്ങളുടെ മയ്യത്തെടുക്കാ ഒരാൾ വരുവോ, നിങ്ങളെ കുളിപ്പിക്കാ ഒരാൾ വരുവോ, നിങ്ങളെ കൊണ്ടുപോകാ ഒരാൾ വരുവോ, നിങ്ങളെ എടുക്കാ ഒരാൾ വരുവോ? ആ സമയത്ത് അവിടെ എന്റെ ഭർത്താവിനോട് പറഞ്ഞത്, ഈ നാട്ടിലുള്ള രാജാവ് എന്റെ
മയ്യത്ത് കുളിപ്പിക്കാൻ കടന്നു വരുമെന്ന് പറയുമ്പോ രാജാവിന്റെ കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുക്കിയിട്ട് പറയാ, പെണ്ണേ, നിന്റെ ഭർത്താവ് പറഞ്ഞു പോയ ആ രാജാവ് ഞാനാണ് മോളെ. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ഒരു മനുഷ്യന്റെ പുറം കണ്ടുകൊണ്ടൊരു മനുഷ്യനെ കുറ്റപ്പെടുത്തല്ല, ഒരു മനുഷ്യനെ ആക്ഷേപിക്കല്ല, ഒരു മനുഷ്യനെ കളിയാക്കല്ല. ആരോടെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് വഴിയോരത്തുകൂടെ പോകുമ്പോ എന്തോ ആരോ വന്ന് ചോദിച്ചതിന്റെ പേരില് ആ പെണ്ണും അവനും ശരിയല്ല എന്ന് പറയല്ല. വീട്ടിന്റെ മുറ്റത്തുകൂടെ ഒരു പെണ്ണ് ഒറ്റക്കുള്ള വീടിന്റെ മുറ്റത്തുകൂടെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കടന്നുപോയി, പെട്ടെന്ന് ആ പെണ്ണിനെ ആക്ഷേപിക്കല്ല. വ്യഭിചാരിയായ പെണ്ണെന്ന് മുദ്രകുത്തല്ല. ഏതെങ്കിലും രണ്ടാളുകൾ തമ്മില് പെട്ടെന്ന് സാഹചര്യം കൊണ്ട് സംസാരിക്കുന്ന വന്നാൽ അവൻ മോശക്കാരനാണെന്ന് പറയല്ല. എല്ലാം അറിയുന്നവൻ ആരെന്നറിയോ? അല്ലാ. അതുകൊണ്ട് കളവ് പറയുന്നവർ, ആളുകളെ പറ്റി കുറ്റപ്പെടുത്തുന്നവർ, ആളുകളെ ആക്ഷേപിക്കുന്നവർ, അങ്ങനെ ഉള്ളവർ കടന്നു വന്നാ അത് മദീനത്തിന്റെ രാജകുമാരനിക്ക് വേദനയാണ്. സ്വഹാബാ, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, ഹബീബിനെ കണ്ടു മരിക്കണം, പുഞ്ചിരിച്ചിട്ട് മരിക്കണം. അല്ലാ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഹബീബിനെ കാണണമെന്നാണ്. നിങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യം നീ എത്തിച്ചേരണ റഹ്മാനെ. മനസ്സിൽ തട്ടി പറയും വാപ്പാരെ, ഹബീബിന്റെ സ്വലാത്ത് ഒരുപാട് ചൊല്ലി സദസ്സ്. ഈ സദസ്സ് അല്ലാഹും റസൂലും കാണുന്നുണ്ട്. നമ്മുടെ ഈ സദസ്സ് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ചൊല്ലിക്കോളൂ, കുറയ്ക്കല്ലേ, മുഹമ്മദ് മുസ്തഫ. 1000 കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ 1000 കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ 1000 കൽബുള്ളിൽ പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹ റസൂലുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ. കണ്ണുള്ളോർ കണ്ടു, കണ്ടോരെ കണ്ടു, കണ്ടപ്പോൾ വിണ്ടു കൽബുള്ളം പൂണ്ടു. കണ്ണുള്ളോർ കണ്ടു, കണ്ടോരെ കണ്ടു, കണ്ടപ്പോൾ വിണ്ടു കൽബുള്ളം പൂണ്ടു. കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു, കാണാൻ കൊതിയായി ഏറെ നടന്നു. കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു, കാണാൻ കൊതിയായി ഏറെ നടന്നു. നബിയേ തണിയേ മതിയേ നിറവേ എന്നിൽ വരുമോ പൂനബിയേ. അതുകൊണ്ട് മുഴങ്ങട്ടെ മദീനയുടെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിന്റെ മണിദീപമേ മുഹമ്മദ് മുസ്തഫ, മനസ്സിന്റെ വെണ്ണിലാവേ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഖൽബിന്റെ മാണിക്കക്കല്ലേ മുഹമ്മദ് മുസ്തഫ. മണൽ പരപ്പിന്റെ സംഗീതത്തിന്റെ ഉടമസ്ഥരെ മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷികളുടെ ശബ്ദമാധുര്യമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. മരച്ചില്ലകളുടെ കാറ്റുവീശലിന്റെ ആനന്ദമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈത്തപ്പന ഓലകളുടെ സംഗീതമേ മുഹമ്മദ് മുസ്തഫ. മത്സ്യങ്ങളുടെ ചിറകടിച്ചിലിന്റെ ശബ്ദമാധുര്യമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. വണ്ടുകളുടെ പാട്ടുകളുടെ ഇശലിന്റെ സംഗീതത്തിന്റെ മാധുര്യമേ ഖൽബിന്റെ രാജകുമാര സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബീൻ അനീസുൽ ഖരീബീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ സിറാജുസ് സാലികീൻ നബിയുൽ ഹറമൈൻ ജദ്ദുൽ ഹസൈൻ വൽ ഹുസൈൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ കണ്ട് നമുക്ക് മരിക്കണം. പടച്ചോനെ, ഇവിടെ ഇരിക്കുന്നവർ എന്നെ കണ്ടിട്ടിരുന്നവരല്ല, ഹബീബിനെ പറ്റി കേൾക്കാൻ വന്നവരാണ്. നീ അവരെ ഒരിക്കലും നീ പാഴാക്കല്ലേ റഹ്മാനെ, പാഴാക്കല്ലേ റഹ്മാനെ. പുണ്യ നബിയെ കണ്ടിട്ട് പുഞ്ചിരിച്ചിട്ട് സന്തോഷത്തോടു കൂടി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ് നബി മുസ്തഫ മുഹമ്മദിൻ. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തേതായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും നമ്മൾ കളവ് പറയരുത്. ഞാനും ആദ്യം എന്നോടാ ഞാൻ പറഞ്ഞത്, ആദ്യം ഷമീർ ദാരിമിയോടാണ്, പിന്നെ നിങ്ങളോടാണ്, പിന്നെയോ പെങ്ങളെ നിങ്ങൾക്കുള്ളതാണ്. അവസാനം അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പിന്നെ പറഞ്ഞു എന്തെന്നറിയോ, എന്റെ ഉമ്മത്തിലുള്ള എന്റെ ഉമ്മത്തിലുള്ള പെണ്ണുങ്ങളുടെ വിഷയമാണ് സിദ്ദീഖ്. സമുദായത്തിലുള്ള സഹോദരിമാരുടെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ ബേജാറെന്ന് പഠിപ്പിച്ചത്. പെങ്ങളെ, നിങ്ങളെ ഓർത്ത് കരഞ്ഞത് ഖൽബിന്റെ മാണിക്കക്കല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണമെന്നറിയോ? സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയെ, നിസ്കരിക്കാത്തത് കൊണ്ടാണോ, നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നത് കൊണ്ടാണോ, അതല്ല മറ്റെന്തെങ്കിലും കൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സിദ്ദീഖ്, ആ പെണ്ണിന്റെ നിസ്കാരത്തിന്റെ പരിപൂർണത, ആ പെണ്ണ് ചെയ്യുന്ന ദുആ, ആ പെണ്ണ് മരിക്കുന്ന സമയം വരെ തന്റെ ഭർത്താവിന്റെ പൊരുത്തത്തിലായി കഴിയാത്തൊരവസ്ഥ വന്നാ അതെനിക്ക് വേദനയാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും. പെങ്ങളെ, ഭർത്താവിന്റെ പൊരുത്തമില്ലാത്തൊരവസ്ഥ വന്നാൽ, ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ 70 കാണാം, 80 കിതാബുകളിൽ കാണാം. ഒരു വേള നിസാരം എന്തോ ഒന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിണങ്ങി. പെങ്ങളെ, സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ, ഒരുപാട് വിശദീകരിക്കണമെന്നൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകണില്ല. ഒരു വേള പിണങ്ങുകയാണ് അലിയാര് തങ്ങളോട്. രണ്ടുപേരും ഒരുമിച്ചിരുന്നു കൊണ്ട് കഥകൾ പറയുമ്പോ, രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് കിന്നാരങ്ങൾ പറയുമ്പോ, സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും അങ്ങനെയാണല്ലോ, കുടുംബ ജീവിതവുമായി കഴിഞ്ഞുകൂടുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മുഴുവൻ സമയവും നമ്മൾ അധ്വാനിക്കുന്നവരാണ്, നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്. പിന്നെ എവിടെ ഉസ്താദെ ഭാര്യമാരോട് കഥ പറയാ, ഭാര്യമാരോട് സംസാരിക്കാൻ, അവരോട് 5 മിനിറ്റ് വർത്തമാന സമയാൻ അവിടെ പറയാൻ എവിടെയാണ് സമയമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാപ്പ, ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു 2 മിനിറ്റെങ്കിലും അവരുടെ കാര്യങ്ങൾ അറിയാൻ നമ്മൾ മുന്നോട്ട് വരണം. പെങ്ങളെ, ഭർത്താവ് വല്ലതും ചോദിക്കുമ്പോ, നേരം വെളുത്തെഴുന്നേറ്റതാണ്, ഞാനൊന്നിരുന്നിട്ടില്ലല്ലോ, ഒന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക്, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയല്ല ഉമ്മ. 2 മിനിറ്റെങ്കിലും നിങ്ങൾ ചിരിക്കുന്ന വർത്തമാനം പറയണം, നിങ്ങൾ പരസ്പരം മുഖത്തേക്ക് നോക്കണം. ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി വനളറത് ഇലൈഹി നളറല്ലാഹു അലൈഹിമാ വനളറത റഹ്മാ. പെങ്ങളെ, ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക്, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തിന്റെ പുഞ്ചിരിയോട് ഒരു നോട്ടം നോക്കിയാൽ, വയസ്സെത്രയായിക്കൊള്ളട്ടെ, 70 വയസ്സായ ഭാര്യയും ഭർത്താവുമായിക്കൊള്ളട്ടെ, അങ്ങനെ ചിരിയുടെ ഒരു നോട്ടം നോക്കിയാ നളറല്ലാഹു അലൈഹിമാ നളറത റഹ്മാ. ആ ഭാര്യയുടെ ഉള്ള ഭർത്താവിന്റെ മുഖത്തേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കും. അപ്പോ നമുക്ക് ക്യാൻസർ ഇല്ല, അപ്പോ നമുക്ക് അറ്റാക്ക് ഇല്ല, അപ്പോ നമുക്ക് ബ്രെയിൻ ട്യൂമർ ഇല്ല, അപ്പോ നമ്മുടെ കുടുംബത്തിന് കടങ്ങളില്ല, അപ്പോ നമ്മുടെ കുടുംബങ്ങൾക്ക് ബാധ്യതകളില്ല. പെങ്ങളെ, സമയം കണ്ടെത്തണം, ഭർത്താവേ സമയം കണ്ടെത്തണം. അവിടെ നിന്ന് ഒരു വേള ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പോലും പറഞ്ഞല്ലോ, നബിയേ, അവിടത്തെയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ തോറ്റു നബിയേ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയമുണ്ടല്ലോ, അവിടുന്ന് അറാഖൊന്ന് കണ്ടുപോയപ്പോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യില് അറാഖൊന്ന് കണ്ടുപോയപ്പോ അറാഖിലേക്ക് നോക്കിയ റസൂലുള്ളാഹ്ക്ക് അറാഖ് വേണോ നബിയേ എന്ന് പറയുമ്പോ റസൂലുള്ളാഹ് ആംഗ്യം കാണിക്കുമ്പോ അത് വേടിച്ചിട്ടൊന്ന് കൊടുക്കുമ്പോ ആയിഷ നിന്റെ വായിലേക്ക് വെച്ചിട്ട് മയപ്പെടുത്തിയിട്ട് തരുവോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം ഒന്ന് മടിക്കുകയാണ്. റസൂലേ, അവസാനത്തെ യാത്രയല്ലേ നബിയേ, പടച്ചവന്റെ മുമ്പിലേക്ക് പോകുന്ന യാത്രയല്ലേ നബിയേ, ഈ ആയിഷാന്റെ വായിലിട്ട് കൊണ്ട് ചവച്ചരക്കുമ്പോ ആയിഷാന്റെ ഉമിനീര് പറ്റൂലേ നബിയേ, അതുകൊണ്ട് റസൂലേ വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ നിന്റെ വായ്ക്കകത്തിട്ട് കൊണ്ടൊന്ന് മയപ്പെടുത്തിയിട്ട് തായിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണു നിറഞ്ഞിട്ടില്ലേ? എന്ത് സ്നേഹമാണ് ഭർത്താവേ, എന്ത് സ്നേഹമാണ് പെങ്ങളെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അവിടെന്നതാ റസൂലും ആയിഷ റളിയല്ലാഹു അൻഹയും ഇരിക്കുമ്പോ ഒരാൾ ആടിന്റെ നല്ല മാംസം കൊണ്ടുവരികയാണ്. ആടിന്റെ തുടയുടെ ഭാഗം നല്ല രുചിയാണല്ലോ, അത് കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, ആയിഷ നീ കഴിച്ചോ ആയിഷ, എനിക്കൊപ്പ വേണ്ട ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്നത് എടുക്കുകയാണ്. ആയിഷ ബീവി ആ മാംസത്തിന്റെ നല്ല ഭാഗം നോക്കി, നല്ല ഭാഗം നോക്കി ആയിഷ ബീവിയുടെ ഉമിനീര് പറ്റുന്ന കോലത്തില് ആ മാംസത്തെ ഒന്ന് കടിച്ചിട്ട് വെക്കുമ്പോ ആയിഷ ബീവിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഇനി എവിടെന്ന് റസൂലുള്ള കടിക്കുമെന്നറിയണം, കാരണം എന്റെ ഉമിനീരതിൽ പറ്റിയിട്ടുണ്ട്. പെങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല നോക്കുമ്പോ എവിടെന്നാണോ ആയിഷ ബീവി കടിച്ചത്, എവിടെയാണോ ആയിഷ ബീവിയുടെ തുപ്പുനീരുള്ളത്, അവിടെ തന്നെ ലോകത്തിന്റെ രാജകുമാരന്റെ ആ പൊൻവർണ്ണ ചുണ്ടുകൊണ്ട്, റിസാലത്തിന്റെ ചുണ്ടുകൊണ്ട് അത് കടിക്കുമ്പോ ആയിഷ ബീവി പറയുന്നു, നബിയേ മാപ്പാക്കണം നബിയേ. പെങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിണങ്ങിയപ്പോ അവിടെന്നതാ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ മിണ്ടുവോ? 70 തവണ 80 തവണ അലിയാർ തങ്ങൾ ഇരിക്കുന്ന കസേരക്ക് ചുറ്റും നടന്നു, എന്നിട്ടോ അലിയാര് മിണ്ടുന്നില്ല. അവസാനം അലിയാര് മിണ്ടിയെന്നറിയുമ്പോ ആ ഒരു സന്തോഷം കൊണ്ട് പുളകിതമായിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ഓടുകയാണ്. നബിയേ, സന്തോഷമുണ്ട് നബിയേ, ആനന്ദമുണ്ട് നബിയേ, മനസ്സ് മുഴുവനും സന്തോഷമാ റസൂലേ. എന്ത് പറ്റി ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറയുകയാണ്, ഭർത്താവേ, ഞാനും എന്റെ ഭർത്താവുമായിട്ടൊന്ന് പിണങ്ങി, എന്റെ ഭർത്താവ് കുറെ നേരം മിണ്ടാതിരുന്നു, ഇപ്പോഴത്തെ ഭർത്താവിനോട് മിണ്ടി, ആ ഒരു സന്തോഷം കൊണ്ട് വന്നതാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ നീ നിന്റെ ഭർത്താവിനോട് പിണങ്ങിയിട്ടാണ്, നിന്റെ ഭർത്താവ് നിന്നോട് മിണ്ടാത്ത കോലത്തിലാണ് നീ മരിച്ചതെങ്കിൽ നിന്റെ മയ്യത്ത് പോലും ഞാൻ നിസ്കരിക്കൂല ഫാത്തിമ. മോളെ, നിന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെയാണ് ദുനിയാവിന്റെ പുറത്തുനിന്ന് ഇവിടെ പറയുന്നതെങ്കിൽ ഓ ഫാത്തിമ, നിന്റെ മയ്യത്ത് പോലും ഞാൻ നിസ്കരിക്കൂലെന്ന് ഗൗരവത്തോടെ പഠിപ്പിച്ചത് അല്ലാഹുവേ പെങ്ങളെ ഫാത്തിമ ബീവിയോടാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷണമാണ് എന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയോട് അങ്ങനെ പറയുമ്പോ ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നിങ്ങളൊന്ന് മനസ്സ് കൊടുക്കുക. റസൂലുള്ള പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ പെങ്ങന്മാരെ കാര്യമോർക്കുമ്പോ വേദനയോ, അവരെപ്പോഴാണ്
പിണങ്ങിയിട്ട് കിടന്നുറങ്ങുന്നത്, അവര് പൊരുത്തം ചോദിക്കുന്നത് വരെ മദീനത്തിന്റെ രാജകുമാരന് കണ്ണീരാ. അള്ളാഹു നമുക്ക് കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. വെക്കുന്നവർ അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഈ 4 കാര്യങ്ങളാണ് ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞപ്പോ ഈ 4 കാര്യങ്ങൾ എണ്ണിക്കൊടുത്തു മദീനത്തിന്റെ മണവാളൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഓരോന്നും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, ഓരോന്നും പെട്ടെന്ന് പറഞ്ഞു. എത്രയോ നല്ല മനോഹരമായ കണ്ണ് നിറയുന്ന കുടുംബജീവിതത്തിന്റെ കഥകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലൊക്കെ ഈ ഉള്ള ഭാഗത്തൊക്കെ വരുമ്പോ ഇതിന്റെ സംഘാടകർ ആരെങ്കിലും എന്നെ സൂചിപ്പിച്ചാൽ മതി, ഇന്നടുത്ത് ഇന്ന വിഷയം പറഞ്ഞു, അതിന് അടുത്ത വിഷയം അവിടെ പറയാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഇനി നമുക്കുള്ളത് അവസാനം നമ്മൾ പറയുന്ന ഹബീബിന്റെ കഥ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാൻ. ആദരവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി വമൻ യുതഇല്ലാഹ വറസൂല, 2 ഹബീബിനെ വഴിപ്പെട്ടോ ആ ഹബീബിനെ വഴിപ്പെട്ടുകൊണ്ട് കടന്നു വന്നാൽ നമ്മൾ വിജയിച്ചുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അദ്ദേഹത്തിലൂടെ സ്വലാത്തിലൂടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിപ്പോയാൽ അവൻ എത്ര കള്ളുകുടിയനാണെങ്കിലും അവൻ സ്വർഗത്തിൽ കടക്കും. അത് കൊള്ളാം, സൂപ്പർ ഐഡിയ. 1000 സ്വലാത്തും ചൊല്ലിട്ട് കള്ളും കുടിച്ച സ്വർഗത്തിൽ പോയി അൽഹംദുലില്ലാ വിജയിച്ചു. നമ്മള് കളവും പറഞ്ഞിട്ട് 1000 സ്വലാത്തിലിട്ട് അങ്ങനെ പോയാൽ നമ്മൾ വിജയിച്ചു എന്നല്ലേ ഞാൻ പറയാണ്. പോകുന്നതാണ് കള്ളു കുടിച്ചവനാണെങ്കിൽ 1000 സ്വലാത്തിൽ അല്ലാതെ സ്വർഗത്തിൽ പോകും. പടച്ചോനെ പുതിയ ഇൽമാണല്ലോ അത്. ഇന്നേവരേക്ക് ഒരു മൂലാക്കന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. കള്ളു കുടിച്ചവരും 1000 സ്വലാത്തിൽ സ്വർഗത്തിൽ പൊന്നാർ ഉസ്താദെ, നിങ്ങളെ കണക്കുള്ള 5 ഉസ്താദന്മാരെ വാദോറായി കിട്ടി നമ്മളൊക്കെ രക്ഷപ്പെട്ടു അല്ലേ? ഉറപ്പാണ്. 1000 സ്വലാത്ത് ചൊല്ലിയാൽ അവനവന്റെ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണാതെ മരിക്കില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, അമൂല്യമായ ഒരു മുത്താണ് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, മൻ സല്ലാ അലയ്യ കുല്ല യൗമിൻ അൽഫ മറ ലം യമത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. മദീനത്തിന്റെ രാജകുമാരനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ അലയ്യ, ഏതെങ്കിലും ഒരാൾ അവിടെ നിന്ന് സ്വലാത്തൊന്ന് ചൊല്ലിപ്പോയാ കുല്ല യൗമിൻ അൽഫ മറ, എല്ലാ ദിവസവും 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിപ്പോയാ ലം യമത്, അവൻ മരിക്കൂല. ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. ഇത്രയും നാൾ കള്ളു കുടിച്ചുകൊണ്ട് കടന്നുപോയവനാണെങ്കിലും, ഇത്രയും നാൾ വ്യഭിചരിച്ചുകൊണ്ട് കടന്നുപോയവനാണെങ്കിലും, ഇത്രയും നാൾ പലിശ മേടിച്ചുകൊണ്ട് കടന്നുപോയവനാണെങ്കിലും, എന്റെ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ ഒരു ദിവസത്തിൽ 1000 സ്വലാത്തൊന്ന് ചൊല്ലിയാൽ അവൻ കള്ളുകുടിയനാണെങ്കിൽ പോലും സ്വർഗമാണെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? യശ്റഹുല്ലാഹു സദ്റഹു ലിൽ ഈമാൻ. 1000 സ്വലാത്ത് ഒരു ആണ് ചൊല്ലിപ്പോയാൽ, 1000 സ്വലാത്ത് ഒരു പെണ്ണ് ചൊല്ലിപ്പോയാൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അല്ലാഹു ഈമാനികമായ ചിന്തയിട്ട് കൊടുക്കുകയാ. പിന്നെ അവൻ കള്ളു കുടിക്കൂല, പിന്നെ അവൻ വ്യഭിചരിക്കൂല, പിന്നെ അവൻ പലിശ മേടിക്കൂല. ഫയഹ്ദീഹി സവാ അസ്സബീൽ, ഫയഹ്ദീഹി സവാ അസ്സബീൽ. പടച്ചവനെ, ഓട്ടോമാറ്റിക്കായിട്ട് പടച്ചറപ്പവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ്. കാരണം എന്തെന്നറിയോ? മദീനത്തിന്റെ മണവാളന്റെ പേർക്ക് 1000 സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടാണ്. എന്റെ ബാപ്പമാരെ മറക്കണ്ട, പെങ്ങളെ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില്, ബാപ്പമാരെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില്, ചെറുപ്പക്കാരാ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് മോശമായ ചിന്തകൾ കടന്നു വന്നാൽ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് വിളിച്ചിട്ട് എന്നോട് പറയാറുണ്ട്, ഉസ്താദേ, നിസ്കരിക്കാനൊന്ന് കടന്നു നിൽക്കുമ്പോ, നിസ്കാരത്തിലേക്കൊന്ന് നിൽക്കുന്ന സമയത്ത് മോശമായ പല ചിന്തകളും കടന്നു വരികയാണ്. എന്തൊക്കെയോ ദുഷിച്ച ചിന്തകൾ കടന്നു വരികയാ. കിടന്നുറങ്ങുമ്പോ അന്യ പെണ്ണിന്റെ ചിന്ത കടന്നു വരികയാണ്. പല പല ചിന്തകളാണ് കടന്നു വരുന്നത്. അതിന് ഏതെങ്കിലും ഒരു ദിക്റൊന്ന് പഠിപ്പിക്കുവോ ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് മെനഞ്ഞാന്ന് പോലും ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിക്റും ചൊല്ലണ്ട,
ഒരു ദിവസത്തിൽ 1000 സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്നവരായാൽ അല്ലാഹുവേ ഒരേ ഇരിപ്പിൽ നിങ്ങൾ ചൊല്ലണമെന്നില്ല. നടന്നു പോകുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ചൊല്ലിക്കോ 100 സ്വലാത്ത്. പെങ്ങളെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ചൊല്ലിക്കോ 100 സ്വലാത്ത്. ഓരോ മണിക്കൂറിലും ഒരു 100 സ്വലാത്ത്. 5 മിനിറ്റ് പോലും വേണ്ടല്ലോ, 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. അങ്ങനെ ഓരോ മണിക്കൂർ 100 സ്വലാത്ത് ചൊല്ലുമ്പോ അൽഹംദുലില്ലാഹ് 1000 സ്വലാത്ത് അവിടെ നിന്ന് ചൊല്ലുകയാണ്. ആ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്റെ ഉള്ളില് യശ്റഹുല്ലാഹു സദറഹു ലിൽ ഈമാൻ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മോശമായ ചിന്തകൾ അല്ലാഹു ആണ് മാറ്റിക്കളയുന്നത്. അവൻ കള്ളു കുടിക്കുന്നവനാണെങ്കിൽ അല്ലാഹുവന്റെ മനസ്സിൽ തോന്നിപ്പിക്കും വേണ്ട. വ്യഭിചരിക്കുന്നവനാണെങ്കിൽ അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു തോന്നിപ്പിക്കും വേണ്ട. പലിശ വേടിക്കുന്നവനാണെങ്കിൽ അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കും വേണ്ട. അത് മാത്രവുമല്ല, വയഹ്ദീഹി സവാഅസ് സബീൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, പടച്ചവന്റെ ഖുർആനുണ്ടല്ലോ, അല്ലാഹുവിന്റെ സന്തോഷമുണ്ടല്ലോ, പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കയറി നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അവന്റെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുമെന്ന് മാത്രമല്ല, നന്മയുടെ വഴികളിലൂടെ അല്ലാഹു അവനെ നടത്തുമെന്ന് മാത്രവുമല്ല, വഫിൽ ജന്ന വയജ്അൽഹു മിനൽ ജന്ന. 1000 സ്വലാത്തൊന്ന് ചൊല്ലുന്നത് കൊണ്ട് അവന്റെ കള്ളുകുടിയെ പടച്ച റബ്ബ് മാറ്റി, അവന്റെ മോശ ചിന്തയെ പടച്ച റബ്ബ് മാറ്റി. അവസാനം പടച്ചവന്റെ വഴിയിലേക്ക് റബ്ബ് തന്നെ അവനെ കൊണ്ടുവന്നു. അവസാനം അല്ലാഹു കൊടുക്കുന്നത് അള്ളാന്റെ സ്വർഗമാണ്. ആരാണിത് പറയുന്നത് എന്നറിയോ? ഷമീർ ദാരിമിയല്ല, ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടെ അള്ളാന്റെ ഹബീബിന്റെ ഹദീസ് പറയാ, മൻ സല്ല അലയ്യ കുല്ല യൗമിൻ അൽഫ മറ, ഏതെങ്കിലും ഒരാൾ 1000 സ്വലാത്ത് ഒരൊറ്റവട്ടം ഒന്ന് ചൊല്ലിപ്പോയാ ലം യമുത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. അല്ലാഹുവേ, പടച്ചവന്റെ സ്വർഗീയ ലോകം കാണാതെ, അവന്റെ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണാതെ അവൻ മരിക്കില്ല എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ ഗുരുവര്യരെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് മോശ ചിന്ത വേണമെങ്കിലും മാറും. ഹബീബിന്റെ വാക്കാണ്. ഒരു പേടികൾ പേടിക്കണ്ട. ദുഷിച്ച ചിന്തയാണോ മനസ്സിലുള്ളത്, ചൊല്ലിക്കോളി 1000 സ്വലാത്ത് ദിവസം മാറും. അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹിനെ ഹബീബിനെയും വഴിപ്പെടുക. ഒരൊറ്റ കഥ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ, നിങ്ങൾ നീ സ്വീകരിക്കണേ അള്ളാഹ്. അത് മുഴുവനും സ്വലാത്തുകൾ മുഴുവനും ഹബീബിനോടുള്ള പ്രണയമാണ്, അനുരാഗമാണ്, അല്ലേ? അള്ളാന്റെ ഹബീബിന്റെ പേർക്ക് നമ്മളിവിടെ പാടിയ പാട്ടുകൾ ഹബീബിന് ഇഷ്ടമാണ്. ഞാൻ വെറുതെ ഏതെങ്കിലും ആൽബം പാട്ടോ ഒന്നുമല്ല ഞാൻ പാടിയ ഹബീബിനെ പറ്റിയിട്ട്. അതിനൊക്കെ കൂലിയുള്ളതാ, കേൾക്കുന്നതും കൂലിയാ, അല്ലേ? പുന്നാര മക്കളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ പൊന്നു മക്കളെ തൊട്ടിലിൽ ഇട്ടുകൊണ്ട് താരാട്ട് പാട്ടുപാടി ഉറക്കുമ്പോ ആ മക്കൾക്ക് ഹബീബിനെ പറ്റിയുള്ള പാട്ടുകൾ പാടണം. ഹബീബിന്റെ ആ ഒരു ജീവിതത്തിന്റെ ചര്യ പേര് പറയുന്ന പാട്ട് പാടണം. അതുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മമാരൊക്കെ കൊച്ചു മക്കളെ തൊട്ടിലിട്ടിട്ട് ഇങ്ങനെ താരാട്ട് പാട്ട് പാടുമ്പോ പണ്ടുള്ളൊരു പാടിയിരുന്നു, അഷ്ഹേറേ കണ്ണേ കരയല്ലേ മോനെ ആറ്റക്കനിയായ മോനല്ലേ, അല്ലാഹു തന്ന നീതിയല്ലേ കനി പൂമോനുറങ്ങിക്കോ രാരോ, കൽബിന്റെ താമര പൂവല്ലേ നബി ആയിഷ പൂവിൻ കനിയല്ലേ, ആമീന ഉമ്മാടെ മോനല്ലേ തണി പൂമോനുറങ്ങിക്കോ രാരോ, കൽബിലെ ചിന്തകൾ മാറ്റേണേ കനി റബ്ബിന്റെ വഴിയാലെ പോകേണേ, മുത്തോളിനൂറെ നീ കാണേണേ നബി പാതയിൽ നന്നായി വളരേണേ.
പണ്ടുള്ള ഉമ്മമാർ ഇങ്ങനത്തെ പാട്ട് പാടി മക്കളെ ഉറക്കിയപ്പോ അന്നുള്ള മക്കളൊക്കെ ഉമ്മാന്ന് വിളിച്ചിരുന്നു, ബാപ്പാന്ന് വിളിച്ചിരുന്നു. ആ ഒരു വിളിയിൽ സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നത്തെ മക്കളുടെ വിളിയിൽ സ്നേഹം നഷ്ടപ്പെട്ടു. കാരണം എന്താ? ഈ മക്കളുടെ മനസ്സ് മുഴുവൻ ഉമ്മ നിങ്ങൾ മലീമസമാക്കി, അനാവശ്യമായ ചിന്തകൾ ഇട്ടുകൊടുത്തു. നിങ്ങളുടെ ഉള്ളിൽ കഴിയുന്ന മക്കൾ നിങ്ങൾ കളവ് പറഞ്ഞാൽ അതറിയുന്നുണ്ട്. ആ സ്വഭാവം ആ മക്കളിൽ ഉണ്ടാകും, ആ സ്വഭാവം ആ മക്കളിൽ ഉണ്ടാകും. നിങ്ങൾ അവിടെ നിന്ന് കുട്ടിയെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോ ആ കുട്ടിയെ നിങ്ങൾ വെച്ചിട്ട് അവിടെ നിന്ന് ചീത്ത വിളിക്കുന്ന ഒരു പെണ്ണാണോ, ആ സ്വഭാവം ആ കുട്ടിയിൽ പടരും. പെങ്ങളെ മനസ്സിലാക്കണം. ഒരുപാട് പറയേണ്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ നന്നായിട്ട് കടന്നവരെ ഹബീബിനോട് മഹബത്ത് വെക്കുക. എത്രയോ ആളുകളാണ് അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചു പോയത്. അള്ളാന്റെ ഹബീബിന്റെ ആശിഖീങ്ങളായ നിങ്ങളോട് ഒരേ ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ രാജകുമാരനായ നബിയുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 3-ാമത്തെ ദിവസമാകുമ്പോ അതാ ഒരാള് കടന്നു വരികയാണ്. വന്നിട്ട് അബൂബക്കർ ഇരിക്കുന്ന, ഉമർ ഇരിക്കുന്ന, ഉസ്മാൻ ഇരിക്കുന്ന, അലി ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിൽ വന്നിട്ട് ചോദിക്കുന്നു, മൻമിങ്കും മുഹമ്മദ്, ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി? അവിടെ നിന്ന് സ്വഹാബത്ത് മുഴുവനും കരയുമ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ചോദിച്ചപ്പോ കരയണോ? ആ മനുഷ്യനോട് അബൂബക്കർ തങ്ങൾ പറയാട്, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായിട്ട് ഇന്നതാ 3 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പടച്ചവനേ, സ്വഹാബത്തിന്റെ മനസ്സ് മുഴുവനും പൊട്ടുകയാണ്. സ്വഹാബത്തിന്റെ മനസ്സ് മുഴുവനും പൊട്ടുകയാണ്. ആ മനുഷ്യനും കരയാൻ തുടങ്ങി. ആ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായോ? എന്നാൽ ആ ഹബീബിന്റെ ഒരു കമീസ് ഒന്ന് കൊണ്ടുവരുവോ? പടച്ച റബ്ബേ, അലിയാർ തങ്ങൾ സൽമാനെ വിളിക്കുകയാണ്. മോനെ സൽമാൻ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് പോയിട്ട് പ്രിയപ്പെട്ട മുസ്തഫ നബി തങ്ങളുടെ ഖമീസ് ഒന്ന് മേടിച്ചിട്ട് വരുവോ സൽമാൻ? സൽമാൻ തങ്ങൾ കടന്നു പോവുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. പ്രിയപ്പെട്ട ബാപ്പച്ചി ലോകത്തോട് വിട പറഞ്ഞു പോയ വേദനയാൽ കണ്ണുനീരാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വീട്ടിന്റെ മുമ്പിൽ നിന്നൊരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബമേ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സലാം പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. ചോദിക്കുന്നു, ആരോ? ബാപ്പ ദുനിയാവിന്റെ പുറത്തൊന്ന് വിട പറഞ്ഞു പോയ വേദനയോട് വിഷമത്തോടെ ഞങ്ങൾ കരയുമ്പോ ഞങ്ങളെ കരയിപ്പിക്കാൻ കടന്നു വന്നതാരാ? സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല പറയുകയാണ്, പൊന്നുമോളെ ഫാത്തിമ, അന സൽമാൻ, ഞാൻ സൽമാനാണ് ഫാത്തിമ. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്, എല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖമീസ് ഉണ്ടല്ലോ, ആ ഖമീസ് ഒന്ന് കൊണ്ടുവരുവോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖമീസ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് കടന്നു പോവുകയാണ്. പടച്ചവനെ, ഫാത്തിമ ബീവിയുടെ മനസ്സൊന്ന് പൊട്ടുകയാണ്. എന്റെ പെങ്ങളെ, കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് വലിച്ചിറങ്ങുകയാണ്. ആ ഖമീസിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോകുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ വിളിക്കുകയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.
ലോകത്തിന്റെ മണിമാർനിക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഒരുപാട് സലാമുകൾ ചൊല്ലിയിട്ട് ഖമീസിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ആ ഖമീസതോ രണ്ട് കൈകൾ കൊണ്ടങ്ങ് എടുത്തിട്ട് നെഞ്ചത്തേക്ക് ചേർത്തി പിടിച്ച് മുത്തിമണത്തിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കരയുകയാണ്. നബിയേ, അവിടെ നിന്നില്ലാത്ത ഖമീസ് എടുത്ത് വെച്ച് മുത്തുമ്പോ ഈ ഫാത്തിമാക്കത് താങ്ങാൻ കഴിയില്ല നബിയേ, ഈ ഫാത്തിമാക്കതിന് കഴിയില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞ് കരഞ്ഞ് തളർന്നിട്ട് ഖമീസ് സൽമാൻ തങ്ങളുടെ കയ്യിൽ കൊടുക്കുമ്പോ സൽമാൻ തങ്ങൾ ആ ഖമീസുമായിട്ട് കടന്നു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇരിക്കുന്ന സദസ്സില് സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഹിറാഖുന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോ അല്ലാഹുവേ റസൂലുള്ളാഹിയോട് പറഞ്ഞല്ലോ, നബിയേ ഒന്നിവിടെ നിൽക്കുമോ നബിയേ, ഈ ഗുഹയുടെ ഉള്ളിൽ ആദ്യം ഈ അബൂബക്കർ ഒന്ന് കടക്കട്ടെ നബിയേ. അബൂബക്കർ കടന്നിട്ട് പിന്നെ എന്റെ മുത്തേ അവിടെ നിന്ന് കടക്കാ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോയ സിദ്ദീഖ് തങ്ങള് മുസ്തഫ നബി തങ്ങൾ ഇവിടെ പറയുമ്പോ റസൂലുള്ളാന്റെ മുമ്പിൽ വന്നിട്ട് മുട്ടുകുത്തി അങ്ങ് വീണുപോയ എഴുന്നേക്കുന്നു റസൂലേ, അവിടെ നിന്ന് പിരിഞ്ഞോ നബിയേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് മുത്തിമണത്തിട്ട് പൊട്ടിക്കരയുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇരിക്കുന്ന സദസ്സില് ആ ഖമീസ് ഒന്ന് കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ മദീന പള്ളി മുഴുവനും കരയുകയാണ്, സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്, എല്ലാവരും വാവിട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്. അവിടെ നിന്നില്ലാത്ത ഈ ഖമീസ് കാണുമ്പോ മനസ്സ് പൊട്ടുന്നുണ്ട് നബിയേ, മനസ്സ് വേദനിക്കുന്നുണ്ട് നബിയേ. അല്ലാഹുവേ നൊമ്പരത്തോടെ കണ്ണീരോടെ കഷ്ടതയോടെ കഷ്ടപ്പാടോടെ ദുഃഖത്തോടെ സ്വഹാബത്ത് മുഴുവനും കരഞ്ഞിട്ട് അവസാനം ആ ക്രൈസ്തവനായ സഹോദരന്റെ കയ്യിൽ ആ ഖമീസൊന്ന് കൊടുക്കുമ്പോ യാ അല്ലാഹ് അത് വേടിച്ച് മുത്തിമണത്ത് പൊട്ടിക്കരഞ്ഞിട്ട് അവസാനം ഒരൊറ്റ പറച്ചിലോ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്തിന്റെ രാജകുമാരനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തരമായ തീരത്തേക്കൊന്ന് കടന്നു വന്നെങ്കിലോ ഇന്നിവിടെ കടന്നു വന്നവരെ ഞാൻ ചുരുക്കുകയാ, മനസ്സ് മുഴുവനും മദീനത്തിന്റെ മണവാളനിക്കൊന്ന് കൊടുത്തു. ആ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോയോ, ആ റസൂലുള്ളാഹിന്റെ വഴിയിലൂടെ കടന്നു പോകൂ, ആ റസൂലുള്ളാഹിന്റെ പാതയിലൂടെ കടന്നു പോകൂ. എന്നാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അലമാലകളിലൂടെ കടന്നു പോകാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരുമല്ലോ. എന്നാൽ ചുരുക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചവരെ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടവരെ, ഇത്രയും നേരം ഹബീബിന്റെ കഥകൾ കേട്ട റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ ഈ സദസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, സ്വഹാബോ സാധുക്കളെ സഹായിക്കണം സ്വഹാബോ, നിങ്ങളുടെ വേദനകൾ ഉള്ളതിനോടൊപ്പം മറ്റുള്ളവരുടെ കണ്ണീർ നിങ്ങൾ കാണണേ സ്വഹാബോ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ആ റസൂലുള്ളാഹിന്റെ വഴിയിലൂടെ കടന്നു പോകൂ, ആ റസൂലുള്ളാഹിന്റെ പാതയിലൂടെ കടന്നു പോകൂ. എന്നാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അലമാലകളിലൂടെ കടന്നു പോകാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരുമല്ലോ. എന്നാൽ ചുരുക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചവരെ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടവരെ, ഇത്രയും നേരം ഹബീബിന്റെ കഥകൾ കേട്ട റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ ഈ സദസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, സ്വഹാബോ
സാധുക്കളെ സഹായിക്കണം സ്വഹാബ. നിങ്ങളുടെ വേദനകൾ ഉള്ളതിനോടൊപ്പം മറ്റുള്ളവരുടെ കണ്ണീർ നിങ്ങൾ കാണണേ സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ.